Hello friends, welcome to SAT, Sunday Student Center Madathambadi and Puthumaligara. Please subscribe to our YouTube channel for new update videos and also visit sundaystuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC Maths Chapter 1-ലെ Arithmetic Sequences സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ Part 9 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലെ എക്സസൈസ് 1.3. Question number 1. Check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequences, write the common difference also. എന്ന് വെച്ചാൽ check whether each of the sequences given below is an arithmetic sequences. താഴെ കുറച്ച് sequences തന്നിട്ടുണ്ട്. ഇത് arithmetic sequence ആണോ അല്ലയോ എന്ന് നിങ്ങൾ നോക്കണം. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഇതിൽ പറയുന്ന ശ്രേണികൾ സമാന്തര ശ്രേണികളാണോ അല്ലയോ എന്ന് നോക്കണം. ആണെങ്കിൽ അതിന് കാരണം പറയണം. ഓക്കെ, സമാന്തര ശ്രേണികളാണെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് നോക്കാം. ഫസ്റ്റ്, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് മീൻസ് ഒറ്റ സംഖ്യകളുടെ ഗണം. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് മീൻസ് ഇരട്ട സംഖ്യകളുടെ ഗണം അഥവാ ശ്രേണി. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളെ നമ്മൾ പകുതിയാക്കുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ശ്രേണി. അടുത്തത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, രണ്ടിൻ്റെ വർഗ്ഗങ്ങൾ, 2^1, 2^2 അങ്ങനെ. ഒരെണ്ണൂടെയുണ്ട് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകൾ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന ശ്രേണി. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7. ഓക്കെ, 1, 3, 5, 7. വെരി സിമ്പിൾ. അതിൻ്റെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇതിനകത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. D1 മീൻസ് ഈ സംഖ്യയും ഈ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു x2 മൈനസ് x1. എന്താണ് സാർ x2? ഓരോ ടേമിനെ നമ്മൾ x1, ഇത് x1, ഇത് നമ്മൾ x2, ഇത് നമ്മൾ x3 അങ്ങനെ നമ്പർ ഇട്ട് വിളിക്കും. അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് x4. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ ഈ x2-ൽ നിന്ന്, അതായത് 3-ൽ നിന്ന് 1 കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ D1 = x2 മൈനസ് x1, അതായത് 3 മൈനസ് 1. അത് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഓക്കെ, സിമിലാർലി D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x3-യും x2-യും തമ്മിൽ വ്യത്യാസം, അതായത് 5 മൈനസ് 3 = 2. ഓക്കെ, അപ്പോൾ ഈ D1-ഉം D2-ഉം സെയിം ആണ്. അതായത് ആദ്യത്തെ പൊതുവ്യത്യാസവും പിന്നീട് നിങ്ങൾ കണ്ടെത്തിയ പൊതുവ്യത്യാസവും സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. D1 = 3, ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുക, = 2. D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കാം. സോ x3 മൈനസ് x2 = 5 മൈനസ് = 2. അപ്പോൾ രണ്ടും സെയിം ആയത് ഇത് ഈ 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസവും 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസവും സെയിം ആണ്. അതുകൊണ്ട് D1 = D2. It is an AP. Next is sequence of even numbers. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 നമ്മൾ അതിന് മുന്നത്തെ കണക്കിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ ചോദിക്കും? നേരത്തെ ചെയ്തതുപോലെ D1 = x2 മൈനസ് x1, സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക, 4 മൈനസ് 2 2 കിട്ടി. അതുപോലെ തന്നെ D2 = തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുക, 6 മൈനസ് 4 2. അപ്പോൾ രണ്ട് സെയിം ആണ്. D1 = D2. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് നിങ്ങൾ എഴുതുക, അതായത് 1, 3, 5, 7. എന്നിട്ട് എന്താണ്? സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്, അതിനെ ഹാഫ് ചെയ്യുക. ഉണ്ടോ? 3/2, 5/2, 7/2. ഇതിൻ്റെ സീക്വൻസ് ഇതാണ് ഉത്തരം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണോ നമുക്ക് പരിശോധിക്കണം. അതെങ്ങനെയാണ്? നേരത്തെ ചെയ്ത പോലെ x2 മൈനസ് x1. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ ഇവിടെ x2 വരാണ് 3/2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ നമ്മൾ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഒരു തവണ അത് എഴുതാം. മുകളിൽ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാൻ പറ്റും. 3 മൈനസ് 1 = 2/2 = 1. ക്ലിയർ? ഓക്കെ, അപ്പോൾ 1 കിട്ടി. അതുപോലെ ഇനി D2 ആണ്.
D2 കാണാനായിട്ട് തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുക. അപ്പോൾ 5 - 3 2 ഡിവൈഡ് ബൈ 2 1 വീണ്ടും കിട്ടും. കണ്ടോ? അപ്പോൾ D1 = D2 ആണ്. അതുകൊണ്ട് ഇതും അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. എന്താണ് ഈ പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് 2^2, 2^1, 2^2, 2^3, അതുപോലെ 2^4 അങ്ങനെ. അതായത് 2ന്റെ പവറുകൾ. 2^1 എത്രയാണ്? 2. 2^2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഗുണിക്കുക 4. 2^3 എന്ന് പറഞ്ഞാൽ 2 3 പ്രാവശ്യം ഗുണിക്കുക 8. 2^4 എന്ന് പറഞ്ഞാൽ 2 4 പ്രാവശ്യം ഗുണിക്കുക 2 × 2 × 2 × 2 എത്രയാണ്? 16. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതൊരു സമാന ശ്രേണിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇത് നമ്മൾ വ്യത്യാസം നോക്കുക. 4 - 2 2, 8 - 4 4, 16 - 8 8. അപ്പോൾ ഇതൊന്നും സെയിം അല്ല. അതുകൊണ്ട് ഇതൊരു സമാന ശ്രേണി ആകില്ല. ഓക്കെ, നോക്കാം. 2^1, 2^2, 2^3, 2^4 ആണ് നമ്മുടെ സീക്വൻസ്. അതായത് 2 4 8 16. നമുക്ക് അതിനകത്ത് D1 കാണാം. അതായത് x2 - x1, അതായത് 4 - 2 2 കിട്ടി. D2 എന്ന് പറഞ്ഞാൽ x3 - x2, തേർഡ് ടേമിൽ നിന്ന് മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. അപ്പോൾ 8 - 4 4 കിട്ടി. അപ്പോൾ ഈ 2ഉം ഈ 4ഉം സെയിം അല്ല. അപ്പോൾ D1 ≠ D2. അതുകൊണ്ട് ഇതൊരു സമാന ശ്രേണി അല്ല. നെക്സ്റ്റ് ഈസ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമം. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 5. അതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എണ്ണൽ സംഖ്യയുടെയും താഴെ ഒരു 1 ഉണ്ട്. ഇങ്ങനെ എഴുതാം. നമുക്ക് ഏതൊരു എണ്ണൽ സംഖ്യനെ നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട്, അത് പിന്നെ സംഖ്യയായിട്ട് എഴുതാം. അപ്പോൾ തിരിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മുകളിൽ വരും. അപ്പോൾ ഇവിടെ വ്യത്യാസം നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാവും. 1/2. അതായത് ഈ 1 മുകളിലേക്ക് എഴുതണം, ഈ 2 താഴേക്ക്. ഓക്കെ. സിമിലർലി ഹിയർ 1/3, 1/4, 1/5 ഇങ്ങനെ എഴുതുന്ന ശ്രേണി കണ്ടോ? ഓക്കെ. അപ്പോൾ 1/1, 1/2, 1/3 ഇത് സമാന ശ്രേണിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം നേരത്തെ ചെയ്തപോലെ. അതായത് 1/2 മൈനസ് 1/1. നേരത്തെ പോലെയല്ല, ഇവിടെ ഈ ഡിനോമിനേറ്റർ, അതായത് താഴെ കിടക്കുന്ന സംഖ്യകൾ സെയിം അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഇങ്ങോട്ട് ഗുണിക്കണം. 1 × 1 മൈനസ് ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. 1 × 2 ക്ലിയർ, ഡിവൈഡഡ് ബൈ ഇവർ തമ്മിൽ പരസ്പരം ഗുണിക്കാം. ഇപ്പം എന്താണ്? 2 × 1. ഓക്കെ. സോ ദിസ് ഈസ് ഇക്വൽ ടു 1 × 1 1 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. 1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, ദാറ്റ് ഈസ് -1. -1 ഡിവൈഡഡ് ബൈ 2 -½ ആണ് ഉത്തരം. ഓക്കെ, നോക്കാം. D1 = x2 - x1 -½ സിമിലർലി D2, അതായത് മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിൽ വ്യത്യാസം. അതായത് 1/3 മൈനസ് 1/2. ഇവിടെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1 × 2 2 കിട്ടും, മൈനസ് 3 × 1 3 കിട്ടും, ഡിവൈഡഡ് ബൈ ഈ 3 × 2 എന്താണ് താഴെ 6 കിട്ടും. സോ ദിസ് ഈസ് ഇക്വൽ ടു 2 - 3 -1 ബൈ 6. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ വ്യത്യാസം -½ പിന്നെ കിട്ടിയത് -1/6. ഇത് രണ്ട് സെയിം ആണോ? അല്ല. അപ്പോൾ അതൊരു സമാന ശ്രേണി അല്ല. ഓക്കെ. D1 ≠ D2, therefore it is not a NAP. Okay, clear? Next question number 2. Look at these pictures. ഇവിടെ കുറച്ച് pictures തന്നിട്ടുണ്ട്. If the pattern is continued, do the numbers of colored squares form an arithmetic sequences? Give reasons. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ കളർ അടിച്ചിരിക്കുന്ന, ഈ പച്ച കളർ അടിച്ചിരിക്കുന്ന ഇതിൻ്റെ എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണി ആയിരിക്കുമോ ഇതിൻ്റെ എണ്ണം എന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ പച്ച ചതുരങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 8 സമചതുരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രണ്ണം? 8 എണ്ണം. രണ്ടാമതിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ 1 2 3 4 5 6 7 8 ആദ്യത്തേതുപോലെ തന്നെ 8 എണ്ണം ഉണ്ട്. കൂടാതെ 1 2 3 4 ഒരു 4 എണ്ണം എക്സ്ട്രാ വന്നു. അപ്പോൾ 8 + 4 എന്ന് പറയുന്നത് 12 എണ്ണം. ഓക്കെ. അടുത്തതിൽ വരുമ്പോൾ ഇതുപോലെ 1 2 3 4 5 6 7 8 ആദ്യത്തെ പോലെ തന്നെ 8 എണ്ണം ഉണ്ട്. പിന്നീടുള്ള ഈ 4 എണ്ണം ഇവിടെയുണ്ട്. 1 2 3 4.
അപ്പോൾ ഈ സെക്കൻഡ് പിക്ചറിലുള്ള രണ്ടാമത്തെ പിക്ചറിലുള്ള അത്രയും ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. കൂടാതെ എക്സ്ട്രാ 1 2 3 4 4 വന്നു. അപ്പോൾ 12 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടം വരെ 12 ഉണ്ട്. ഓക്കെ, അതിനുശേഷം 13 14 15 16. ഓക്കെ, ഇതാണ് ശ്രേണി. ഈ ശ്രേണി ഒരു സമാന ശ്രേണിയാണോ? നോക്കിയേ, 8ഉം 12 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. 12 16 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. അപ്പോൾ ഇതൊരു സമാന ശ്രേണി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടെത്താം. d1 = x2 - x1. അപ്പോൾ 12 - 8 4. d2 = x3 - x2. തേർഡ് ടൈമിന് സെക്കൻഡ് ടൈം കുറയ്ക്കുക. ദാറ്റ് ഈസ് 16 - 12 4. രണ്ടും സെയിം ആണ്. സോ ഇറ്റ് ഈസ് an AP. ഇതൊരു AP ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. See the pictures below. ഇതാണ് തന്നിരിക്കുന്ന പിക്ചേഴ്സ്. ഓക്കെ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ? ഈ ഓരോ റെക്ടാങ്കിളിലും എത്ര സ്ക്വയറുകൾ, എത്ര സമചതുരങ്ങളുണ്ട്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, എത്ര വലിയ സമചതുരങ്ങളുണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ, അങ്ങനെ എല്ലാത്തിനും കൂടി എത്ര സ്ക്വയറുകളുണ്ട്? ഇതാണ് ചോദ്യം. എത്ര സമചതുരങ്ങളുണ്ട്? ഓക്കെ, continuing this pattern, is each such a sequence of numbers an arithmetic sequence? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ, സമാന ശ്രേണിയാണോ? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ? ഓരോ ചതുരത്തിലും എത്ര സമചതുരങ്ങളുണ്ട്? നമുക്ക് ഇപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് നമ്മൾ വെറുതെ തല പോകേണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ? വെരി സിമ്പിൾ അല്ലേ? ഇവിടെ എത്ര ഉണ്ട്? 1 2. ഇവിടെ എത്ര ഉണ്ട്? 4. ഇവിടെ 6. ഇവിടെ 8. വെറുതെ എണ്ണിയാൽ മതി. 1 2, ഇവിടെ 1 2 3 4. ഓക്കെ, അങ്ങനെ എണ്ണിയാൽ മതി. 1 2 3 4 5 6 6 8. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, എത്ര ലാർജ് സ്ക്വയർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്ക്വയറിനേക്കാളും വലുത്. ഇവിടെ 2 ചെറിയ സ്ക്വയർ ഉണ്ട്, പക്ഷേ ഇത് മൊത്തത്തിൽ എടുത്താൽ അത് സ്ക്വയർ ആവില്ല, സമചതുരം ആവില്ല. കണ്ടോ, 2 സമചതുരം ഇവിടെ ഉണ്ട്, പക്ഷേ ഒരു വലിയ സമചതുരം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ സമചതുരം ഇല്ല, 0. എന്നാൽ ഇവിടെ വരുമ്പോൾ വലിയൊരു സമചതുരമുണ്ട്, ഒരെണ്ണമുണ്ട്. കണ്ടോ, ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇങ്ങനെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ എത്ര എണ്ണമായി? 2 എണ്ണം. ഇവിടെ വരുമ്പോൾ ഒന്ന് ഇവിടെ, ഓക്കെ, ഒന്നിത്, 2, ഒന്ന് ഈ നടുവിൽ, 3. ക്ലിയർ? ഓക്കെ, സോ ഫസ്റ്റത്തേൽ 0, സെക്കൻഡേൽ ഒരു സമചതുരം, രണ്ടാമത്തേൽ 2 സമചതുരം വലുത്. ഇവിടെയോ 1 2 3 3 ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീക്വൻസ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? അങ്ങനെ എല്ലാം കൂടി കൂട്ടി എത്ര സ്ക്വയർ ഉണ്ട്? അപ്പോൾ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചോദ്യത്തിൽ എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദ്യം. ചെറുതാണോ വലുതാണെന്നില്ല. അപ്പോൾ ചെറുതും വലുതും നിങ്ങൾ കൂട്ടണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 1 2 2 സ്ക്വയർ ഉള്ളൂ, 2 എണ്ണം ഉള്ളൂ. ഓക്കെ, ഇവിടെ വരുമ്പോൾ 1 2 3 4 കൂടാതെ ഈ വലുത്. അപ്പോൾ എത്രയായി? 5 എണ്ണമായി. അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് കാണണ്ട, അതിനൊരു മാർഗമുണ്ട്. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ 2 4 6 8. പിന്നെ നമ്മൾ എത്ര വലിയ സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ 0 ആണ്. ഇവിടെ എത്രയുണ്ടെന്ന് പറഞ്ഞു? 1. ഇവിടെ എത്ര ഉണ്ട്? 2. ഇവിടെ എത്ര ഉണ്ട്? 3. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 2 0 2 4 1 5 5 ആയ സമചതുരങ്ങൾ. ഇവിടെ 6 2 7 8. ഇവിടെയോ 8 3 11. ക്ലിയർ? അതാണ് ആൻസർ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ചത് എത്ര സമചതുരങ്ങളുണ്ട്. സെക്കൻഡ് നമ്മൾ എത്ര വലിയ സമചതുരങ്ങളുണ്ട്. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 2 0 കൂട്ടുക, 4 1 കൂട്ടുക, 6 2 കൂട്ടുക, 8 3 കൂട്ടുക. സോ യു വിൽ ഗെറ്റ് 2 5 8 11. ഓക്കെ, ദ അനദർ ക്വസ്റ്റ്യൻ ഈസ് കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. അല്ലേ? നോക്കിയേ, സമാന ശ്രേണിയാണോ നോക്കാം. ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. ഇത് 2 വെച്ചാണ് കൂടി പോകുന്നത്. കണ്ടോ, 2 വെച്ചാണ് കൂടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സമാന ശ്രേണിയാണ്. ഇതോ 1 വെച്ച് കൂടി പോകുന്നു, 1 വെച്ച്. അപ്പോൾ ഇതൊരു സമാന ശ്രേണിയാണ്. ഇതോ ഇവിടെ 3 കൂടി, അപ്പോൾ 5 5 3 8 8 3 11. അപ്പോൾ ഇതും ഒരു സമാന ശ്രേണി ആണ്. അപ്പോൾ കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ, ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഇസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ്,
ഈ ഓരോ സീക്വൻസും ഓരോ ശ്രേണിയും സമാന ശ്രേണിയാണോ? അതെ. ഓക്കെ. ഇവിടെ എത്ര വെച്ച് കൂടി പോണത്? +2. കോമൺ ഡിഫറൻസ് +2 നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കോമൺ ഡിഫറൻസ് +1. ഓക്കെ, 1 വെച്ചാണ് കൂടി പോകുന്നത്. ഇവിടെയോ +3. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സമാന ശ്രേണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലത്തെ 2 ലൈൻ തന്നിട്ടുണ്ട്, കണ്ടോ? അതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കുറച്ച് വരകൾ വരച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലർ ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഇവിടെ നിന്ന് വരച്ചിരിക്കുന്ന നീല ലൈനുകൾ തമ്മിലുള്ള അകലം സെയിം ആണ്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നീല വരകളുടെ നീളം നിങ്ങൾ എടുത്ത് എഴുതുകയാണെങ്കിൽ അതൊരു സമാന്തര ശ്രേണിയിലാണ് തെളിയിക്കുക. അതായത് നീല വരകൾ തമ്മിലുള്ള അകലം സെയിം ആണ്. ഇവർ തമ്മിലുള്ള അകലം, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലവും ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലവും ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലവും ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലവും ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലമൊക്കെ എന്താണ്? സെയിം ആണ്, ഈക്വലി സ്പേസ്ഡ് ആണ്. അങ്ങനെ സെയിം ആണ് എങ്കിൽ എന്താണ്? സെയിം ആണ് എങ്കിൽ ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന നമ്മുടെ ഈ വരകൾ എന്താണ്? ഇവരുടെ നീളം നമ്മൾ അളന്ന് എഴുതുകയാണെങ്കിൽ സമാന്തര ശ്രേണിയിലാണ്, അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് നിങ്ങൾ തെളിയിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു പാരലൈൻസ്, ഈ താഴെയുള്ള ഇതിന് പാരലായിട്ട് സമാന്തരമായിട്ട് വര വരച്ചു. അതുപോലെ ഇവിടെ നിന്നും വരച്ചു, അതുപോലെ ഇവിടെ നിന്നും വരച്ചു, അതുപോലെ ഇവിടെ നിന്നും വരച്ചു. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പിക്ചർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് 2 പാരലൈൻസിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഈ കോണുകളും ഈ കോണും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ ഈ കോണും ഈ കോണും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തിയറി പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഈക്വലി സ്പേസ്ഡ് ആണ്. അപ്പോൾ ഈ അകലവും ഈ അകലവും ഈ അകലവും ഈ അകലവും ഈ അകലവും ഒക്കെ എന്താണ്? സെയിം ആണ്. നമുക്കതിനെ എക്സ് എന്ന് എടുക്കാം. എക്സ് 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 എക്സ്. ക്ലിയർ? പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു 2 പാരലൈൻസിനെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴുണ്ടാവുന്ന ഇവിടെയുള്ള കോണും ഇവിടെയുള്ള കോണും തുല്യമായിരിക്കും. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഇതാണ് നമ്മുടെ പാരലൈൻസ്, കണ്ടോ? ഇതാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കോണും ഈ കോണും എന്താണ്? സെയിം ആവും. അതുപോലെ ഇതും പാരലൈൻസ് ആണ്. അപ്പോൾ ഇതും സെയിം ആവും. ഇതും പാരലൈൻസ്, ഇതും സെയിം ആവും. ഇതും പാരലൈൻസ്, ഇതും സെയിം ആവും. അതായത് ഈ പറയുന്ന എല്ലാ കോണുകളും സെയിം ആവും. ഓക്കെ, പിന്നെ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ സൈഡൊക്കെ 90 ഡിഗ്രി വരും. എല്ലാ കോണും 90 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരു ത്രികോണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ ഒരു കോൺ മട്ട ത്രികോണമാണെങ്കിൽ മറ്റേ കോൺ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, വേറൊരു ട്രയാങ്കിൾ എടുത്തു. അതിനകത്തും ഒരു കോൺ 90 ഡിഗ്രിയാണ്. മറ്റേ കോൺ നമ്മൾ കണ്ടുപിടിച്ചു. ഈ കോണും സെയിം ആണ്. ഇതും സെയിം ആണെങ്കിൽ മൂന്നാമത്തെ സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് 90 ഉണ്ട്. ഓക്കെ, ഇതും 90 ഉണ്ട്. ഇത് 60 ആണ് വിചാരിക്കുക. ഞാൻ പറഞ്ഞത് ഈ 2 കോണും സെയിം ആണെന്നാണ്. അപ്പോൾ ഇതും 60 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി 90 60 ആയി. ഇനി എത്ര വന്നം? 80 ആവണമെങ്കിൽ 20 അല്ലേ? വെറും 20 മതി. 20 അല്ല 30. 90 ആവണ്ടേ? മൊത്തം 150 വേണം. അപ്പോൾ 30. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2 ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയും രണ്ടാമത്തെ ആംഗിൾ 60 ഡിഗ്രിയും. അതായത് 2 ആംഗിൾ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓൾറെഡി സെയിം ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ത്രികോണങ്ങളുടെയും കോണുകൾ എന്താണ്? സെയിം ആണ്. കിട്ടിയോ? ഓക്കെ, മാത്രവുമല്ല ഈ ത്രികോണങ്ങളെല്ലാം തുല്യമാണ്. എന്താണ്? ഈ ത്രികോണങ്ങൾ തുല്യമാണ്, ഈക്വൽ ട്രയാങ്കിളാണ്. ഒരു പ്രശ്നമുണ്ട്. ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? നമ്മൾ പഠിച്ചേക്കുന്ന സിദ്ധാന്തം മട്ടകോണിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഈക്വൽ ട്രയാങ്കിൾ ആണ് തെളിയിക്കുമെങ്കിൽ RH സിദ്ധാന്തമാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് സിദ്ധാന്തം. ആ സിദ്ധാന്തം അനുസരിച്ച് ഒരു മട്ടത്രികോണത്തിൻ്റെ എന്താണ് 90 ഡിഗ്രികൾ ആംഗിളും അതിൻ്റെ എതിരുള്ള കർണവും ഏതെങ്കിലും ഒരു വശവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശവും മൂന്നാമത്തെ കോണും മറ്റ് മട്ടത്രികോണത്തിന് തുല്യമാവും. പക്ഷെ ഇവിടെ നമുക്ക് കർണം കണ്ടുപിടിക്കാൻ, അതായത് ഈ വശം കണ്ടുപിടിക്കാൻ യാതൊരു മാർഗവും ഇല്ല
അല്ലേ? ഇത് തുല്യമാണെന്ന് തെളിയിക്കാൻ യാതൊരു മാർഗവും ഇല്ല. പിന്നെ നമുക്ക് നിലവിലറിയാവുന്നത് ഈ താഴെയുള്ള വശം എല്ലാവരുടെയും സെയിം ആണ്. ഓക്കെ, താഴെയുള്ള വശം എല്ലാവരുടെയും സെയിം ആണ്. പിന്നെ അറിയാവുന്ന കാര്യം എന്താണ്? പിന്നെ അറിയാവുന്നത് ഈ കോൺ അതെല്ലാവർക്കും സെയിം ആണ്. ഓക്കെ, അതുപോലെ ഈ കോൺ 90 ഡിഗ്രി എല്ലാവർക്കും സെയിം ആണ്. മൂന്നാമത്തെ കോണും സെയിം ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ കോണും സെയിം ആയിരിക്കും. അതിനകത്ത് തർക്കമില്ല. കാരണം 2 കോൺ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായാലും സെയിം ആവും. പക്ഷേ 3 കോണുകൾ സെയിം ആയാൽ 2 ത്രികോണങ്ങൾ തുല്യമാവില്ല. കാരണം ട്രിപ്പിൾ എ 3 കോണുകൾ തുല്യമായ ത്രികോണങ്ങളെല്ലാം തന്നെ തുല്യമല്ല, സിമിലാർ ആണ്, സദൃശ്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഏത് സിദ്ധാന്തം ഉപയോഗിച്ച് ഇതിങ്ങനെ തുല്യമാണ് തെളിയിക്കും? തുല്യമാണ് നമുക്ക് തെളിയിക്കാം. തുല്യമാണെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള കോണും അതിനെതിരെയുള്ള വശം y, ഇവിടെയുള്ള കോൺ അതിനെതിരെയുള്ള വശം y, ഇവിടെയുള്ള കോണിൻ്റെ എതിരെയുള്ള വശം y, y, y. കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ കോണും സെയിം ആണ്. അപ്പോൾ അതിനെതിരെയുള്ള വശവും സെയിം ആയിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ എതിരെയുള്ള വശങ്ങൾക്കും y എന്ന് പേരിട്ടു. അപ്പോൾ ഇത് y ആണെങ്കിൽ ഇതും എന്തായിരിക്കും? y. ഇവിടെ എല്ലാം y. ഈ നീളം y, ഈ നീളവും y. കണ്ടോ? ഇതൊക്കെ y ആയിരിക്കും. അതുപോലെ ഇവിടെയും y, ഇവിടെയും y, ഇവിടെയും y. ഇത് y, ഇത് y, ഇത് y. അങ്ങനെ ഇതിൻ്റെ നീളം എന്താണ്? ഇതിൻ്റെ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ നീളം എന്ന് പറയുന്നത് y, ഒരു y. സെക്കൻഡ് വണ്ണിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് 2y. പിന്നെ 3y, 4y, പിന്നെ എന്താണ് 5y. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഓരോന്ന് കൂടി വേണ്ട. 1y, 2y, 3y, 4y, 5y. കിട്ടിയോ? അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഇങ്ങനെ കൂടി പോവുകയാണ്. ഓരോ വൈകളും ഇങ്ങനെ കൂടി പോവുകയാണ്. ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം. അപ്പോൾ അടുത്താണെങ്കിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 6y. അപ്പോൾ ഇതിൻ്റെ നീളം ഒരു സമാന ശ്രേണിയിലാണെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്: ഈ ത്രികോണങ്ങളെല്ലാം തുല്യമാണെന്ന് എങ്ങനെ തെളിയിക്കും? അതിനൊരു തിയറി ഉണ്ട്. നമുക്ക് ആ തിയറിയിലേക്ക് വരാം. ഓക്കെ, ആദ്യം നമുക്ക് പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാം. അപ്പോൾ എല്ലാ വൈകളിൽ ഞാനിങ്ങനെ പെരക്കി എഴുതി. ഇപ്പോൾ ഇവിടെ 1y, ഇവിടെ 2y, 3y, 4y, 5y. അങ്ങനെ ഇത് സമാന ശ്രേണിയിലാണ് തെളിയിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യെല്ലോ കളറിൽ കാണുന്ന ട്രയാങ്കിൾ എല്ലാം തുല്യമാണെങ്കിൽ മാത്രമാണ് ഈ y ഒക്കെ ഇങ്ങനെ ആവുള്ളൂ. അങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു ലെഗ് അക്യൂട്ട് ആംഗിൾ തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. അതായത് if a leg and an acute angle of one right triangle are concurrent to the corresponding parts of another right triangle, then the two right triangles are concurrent. എന്ന് വെച്ച് കഴിഞ്ഞാൽ if a leg, ഇതാണ് ഒരു ലെഗ്, ഈ 2 ട്രയാങ്കിളത്തിൻ്റെ 2 ലെഗും സെയിം ആണ്. ആൻഡ് വൺ ആംഗിൾ, അവിടെയുള്ള ഒരു ആംഗിളും സെയിം ആണ്. ഇപ്പോൾ ഒരു ആംഗിൾ ഓൾറെഡി 90 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 2 ട്രയാങ്കിളും തുല്യമായിരിക്കും എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറിയുടെ പേരാണ് ലെഗ് അക്യൂട്ട് ആംഗിൾ തിയറം. അപ്പോൾ ആ തിയറം വെച്ച് നമുക്ക് തെളിയിക്കാം ഈ പറയുന്ന എല്ലാ ത്രികോണങ്ങളും സെയിം ആണ്. സെയിം ആയതുകൊണ്ട് ഈ കാണുന്ന വശമൊക്കെ y ആണ്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ സാർ ഇവിടുന്ന് 2 ട്രയാങ്കിൾ പെറുക്കിയെടുത്തു, അതിങ്ങനെ വലുതാക്കി വരച്ചു. നിലവിലറിയാവുന്നത് എന്താണ്? ഈ 2 ട്രയാങ്കിളിൻ്റെ താഴെയുള്ള വശം x, അത് സെയിം ആണ്. ഇത് നമുക്കറിയാം. ഓക്കെ, പിന്നെ അറിയാവുന്നത് ഈ കോണും സെയിം ആണ്, കറസ്പോണ്ടൻ്റ് ആംഗിൾ. പിന്നെ അറിയാവുന്നത് ഇതും മട്ടത്രികോണം. ഈ പറഞ്ഞ ഈ 2 ആംഗിൾ സെയിം ആയതുകൊണ്ട് മൂന്നാമത്തതും സെയിം ആണെന്ന് നമ്മൾ അങ്ങോട്ട് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറി എന്താണ്? ഇഫ് എ ലെഗ് ആൻഡ് ആൻ അക്യൂട്ട് ആംഗിൾ. വാട്ട് ഈസ് അക്യൂട്ട് ആംഗിൾ? 90 ഡിഗ്രി താഴെയുള്ള കോണാണ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഒരു ലെഗ്, ഇത് രണ്ടും സെയിം ആയി. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു 90 ഡിഗ്രി കുറവുള്ള ഒരു കോണും സെയിം ആയി. then the two right triangles are concurrent. ഓൾറെഡി ഇത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? കൺകറന്റ്, സെയിം ആയിരിക്കും, തുല്യമായിരിക്കും. മറ്റൊരു സിദ്ധാന്തം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഒരു ആംഗിൾ, ഒരു സൈഡ്, വീണ്ടും ഒരു ആംഗിൾ, ASA. അങ്ങനെ വന്നാൽ മറ്റേ ആംഗിളും ബാക്കി 2 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ ട്രയാംഗിൾ സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്കിത് തെളിയിക്കാം. ASA പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? 1y, 2y, 3y, 4y, 5y. അപ്പോൾ ഓരോന്നിങ്ങനെ ഓരോ വൈകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ്, ഇതെന്താണ്? 2y, 3y, 4y, 5y. അപ്പോൾ ഇത് AP ആണോ? അതെ, ഇത് AP ആണ്. ഓക്കെ, AP മീൻസ് സമാന്തര ശ്രേണി, arithmetic progression. Okay, next question number 5.
The algebraic expression of a sequence is xn is equal to n cube minus 6n square plus 13n minus 7. ഒരു ശ്രേണിയുടെ ആൽജിബ്രിക് എക്സ്പ്രഷൻ, ഒരു ബീജഗണിത വാചകം, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണുക. നമ്മൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ളത്. അപ്പോൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങളൊരു ശ്രേണി ഉണ്ടാക്കുക. ആ ശ്രേണി സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്നിന് 1 എന്ന് കൊടുത്താൽ, അതായത് എന്നിൻ്റെ സ്ഥലത്ത് 1 എന്ന് കൊടുത്താൽ ആദ്യത്തെ ടേം കിട്ടും. അപ്പോൾ 1 ക്യൂബ് മൈനസ് 6 ഇൻറ്റു എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുക. 1 സ്ക്വയർ 13 ഇൻറ്റു 1 മൈനസ് 7. അതായത് ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 1 എന്ന് കൊടുക്കുക. x1 കണ്ടോ, ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 1 ക്യൂബ് കണ്ടോ, പിന്നെ ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 1, അപ്പോൾ 1 സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 1, അപ്പോൾ 13 ഇൻറ്റു 1. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ക്യൂബ് എത്രയാണ്? 1 തന്നെ. 6 ഇൻറ്റു 1 6 പ്ലസ് 13 ഇൻറ്റു 1 13 മൈനസ് 7. ഇങ്ങനെയുള്ള കണക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അവർ 1 മൈനസ് 6 ഒക്കെ ആദ്യം ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ആദ്യം നിങ്ങൾ പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുക, 1ഉം 13. അപ്പോൾ നിങ്ങൾക്ക് 14 കിട്ടും. ഓക്കെ, എന്നിട്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് 13 കിട്ടും. ഉത്തരം 14 മൈനസ് 13 1. ഓക്കെ, സോ 1 ആണ് നിങ്ങളുടെ ആൻസർ. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ടേം കാണാം. എന്നിൻ്റെ സ്ഥലത്ത് 2 എന്ന് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, x2 രണ്ടാമത്തെ ടേം ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 2 മൈനസ് 7. ഇവിടെ ചെയ്യുമ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. 2 × 2 മൈനസ് 6 ഇൻറ്റു 2 സ്ക്വയർ 4, അപ്പോൾ 6 4 24 പ്ലസ് 13 2 26 മൈനസ് 7. ക്ലിയർ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് സംഖ്യകൾ 8 ഉണ്ട്, പിന്നെന്താണ് 26 ഉണ്ട്. 26 4 30 34. നെഗറ്റീവ് സംഖ്യകൾ മൈനസ് 24 7 മനസ്സിലാകും 30 31. സോ ഡിഫറൻസ് ഈസ് 3. ക്ലിയർ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്ന് കൊടുത്തു, എന്നിൻ്റെ സ്ഥലത്ത് 2 എന്ന് കൊടുത്തു, 8 24 നമ്മൾ ചെയ്തപ്പോൾ 3 കിട്ടി. സിമിലാർലി മൂന്നാമത്തെ ടേം കാണാനായിട്ട് നിങ്ങൾ 3 എന്ന് കൊടുക്കുക. അപ്പോൾ 3 ക്യൂബ് നിങ്ങൾക്ക് 27 കിട്ടും. 3 സ്ക്വയർ 9 9 54 13 ഇൻറ്റു 3 39. അതിനകത്ത് 27 39 പോസിറ്റീവാണ്, കൂട്ടുമ്പോൾ 66. 54 7 നെഗറ്റീവാണ്, ഒരു കൂട്ടുമ്പോൾ 61. ഡിഫറൻസ് 5. അടുത്തത് നാലാമത്തെ ടേം കാണുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. യു വിൽ ഗെറ്റ് 13 ആണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ നോക്കിയാൽ ഇവിടെ 1 കിട്ടി, പിന്നെ 3 കിട്ടി, പിന്നെ 5 കിട്ടി, പിന്നെ 13 കിട്ടി. ഈ സീക്വൻസ് നമ്മൾ എഴുതിയ 1 3 5 13. ഇവിടെ പൊതുവ്യത്യാസം കണ്ടു നോക്കാം. 3ൽ നിന്ന് 1 കുറച്ചാൽ ഇവിടുത്തെ പൊതുവ്യത്യാസം 2. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയെന്ന് നോക്കിയാൽ 3ഉം 5ഉം 2. ഇവിടുത്തെ പൊതുവ്യത്യാസമോ മാറിപ്പോയി, 5ഉം 13ആണ്. 5ഉം 13 പറയുമ്പോൾ എത്ര വരും? 8 ആണ് ഇവിടുത്തെ വ്യത്യാസം. 8. ഓ, 2 തന്നെ വരണ്ടേ ശരിക്കും, പക്ഷെ ഇവിടെ 8 ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ആദ്യത്തെ പൊതുവ്യത്യാസമോ രണ്ടാമത്തെ പൊതുവ്യത്യാസമോ ചിലപ്പോൾ സെയിം ആവാം, പക്ഷെ മൂന്നാമത്തെ തെറ്റിപ്പോവാം. അപ്പോൾ മൂന്നാമത്തെയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ വരുമ്പോൾ, ഇങ്ങനെ ഒരു ബീജഗണിത വാചകം തന്നിട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആദ്യത്തെ 3-4 എണ്ണം ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ വ്യത്യാസം, പൊതുവ്യത്യാസം സെയിം അല്ല, അതുകൊണ്ട് കോമൺ ഡിഫറൻസ് സെയിം അല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എപ്പി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് ഫോർ മോർ പ്രോബ്ലംസ്. താങ്ക് യു വൺസ് അഗെയിൻ.